മലയാളത്തിലെ ജനകീയ പത്രം ദേശാഭിമാനിയുടെ സമഗ്ര ചരിത്രം തയ്യാറായി. ദേശാഭിമാനി മുൻ ചീഫ് ന്യൂസ് എഡിറ്റർ പി അബൂബക്കർ രചിച്ച ദേശാഭിമാനി ചരിത്രം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രകാശനം ചെയ്തു. 1942 കോഴിക്കോട് നിന്നാണ് ദേശാഭിമാനി പത്രം ജനിക്കുന്നത്. ശേഷം 80 ആണ്ടുകൾ പിന്നിടുമ്പോഴും ഒരു നാടിന്റെ രാഷ്ട്രീയ മേഖലയിൽ സജീവമാണ് ദേശാഭിമാനി. ദേശാഭിമാനിയുടെ ചരിത്രം എഴുതുമ്പോൾ അത് കേരള സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിന്റെ ചരിത്രമാകും. ദേശാഭിമാനിയുടെ വിജയഗാഥയെ ജോൺ ബ്രിട്ടാസ് MP ഓർത്തെടുത്തു. കേരളവർമ്മ കോളേജിൽ നിന്ന് ഞാൻ കോഴിക്കോട് ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിരവധി നെടുംതൂണുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ദേശാഭിമാനിയിൽ നിന്ന് ആ സമയത്ത് PRDയിലേക്ക് മാറിയ ശ്രീ UV അലിക്കോയ, പിന്നെ ഇവിടെ തന്നെയുള്ള പല മുഖങ്ങളും എനിക്കറിയാവുന്ന മുഖങ്ങൾ. ഒരു കണക്കിന് ഇതൊരു ഇംഗ്ലീഷിൽ പറഞ്ഞൊരു ഹോം കമ്മിങ് ആണ്. കാരണം വെച്ചാൽ തിരിച്ചുള്ള ഒരു നടത്തമാണ്. ആ നടത്തം ഇതുപോലെ പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയുടെ ഭാഗവാക്കാകാനാണ് എന്നുള്ളത് എനിക്ക് കൂടുതൽ സന്തോഷം പകരുന്നു. ദേശാഭിമാനിയുടെ മുൻഗാമിയായി ആരംഭിച്ച സുപ്രഭാതം പത്രം, ലോകത്തെ വിവിധ കമ്മ്യൂണിസ്റ്റ് പത്രങ്ങൾ, ബ്രിട്ടീഷ് കാലഘട്ടം തൊട്ട് തുടങ്ങിയ ദേശാഭിമാനിയുടെ അതിജീവനം, അങ്ങനെ വിവിധ അധ്യായങ്ങൾ കൊണ്ട് സവിശേഷമാണ് പുസ്തകം. EMS മുതൽ ദേശാഭിമാനിക്കായി ജീവിതമർപ്പിച്ച ആദ്യകാല പത്രപ്രവർത്തകരുടെ അനുഭവ കഥയും പുസ്തകത്തിലുണ്ട്. ദേശാഭിമാനി ചരിത്രം എഴുത്തുകാരി BM സുഹറ ഏറ്റുവാങ്ങി. CPEM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ, മാധ്യമപ്രവർത്തകൻ ഡോക്ടർ KP മോഹനൻ, മേയർ ബീന ഫിലിപ്പ് തുടങ്ങിയവരും പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.